ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പ്രവാചകൻ വഴി എഴുതപ്പെട്ട ഈ തിരുവെഴുത്ത് ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കപ്പെട്ടപ്പോൾ മനുഷ്യകുലം മുഴുവനായും സ്വർഗത്തിൻ്റെ അനന്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുകയായിരുന്നു. ആ വലിയ സൗഭാഗ്യത്തിലേക്ക് സകല ആത്മാക്കളെയും കൈപിടിച്ച് നയിക്കുവാൻ തക്ക അഭിഷേക പൂർണ്ണതയിലേക്ക് കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നയിക്കുന്നു. ആ ശുശ്രൂഷ വഴിയിലേക്ക് കടന്നെത്തുന്ന അവർ ഓരോരുത്തരെയും ജ്ഞാനം പകർന്നു നൽകി അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു. മെത്രാൻ സ്ഥാനത്ത് 1/4 നൂറ്റാണ്ട് തികയ്ക്കുവാനൊരുങ്ങുന്ന പാലക്കാട് രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് തൻ്റെ വ്യക്തിത്വവും ജീവിതശൈലിയും കൊണ്ട് വ്യത്യസ്തനാണ്. 2 പതിറ്റാണ്ടുകളിലായി പാലക്കാട് രൂപതയുടെ ഇടയനായി തുടരുന്ന അദ്ദേഹം ആ സമൂഹത്തെ ഇന്ന് കാണുന്ന ആത്മീയ ഔന്നത്യത്തിലേക്കും ഭൗതിക വളർച്ചയിലേക്കും നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അഭിമന്യ മനത്തോടത്ത് പിതാവ് തൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തിരിച്ചറിഞ്ഞ ഒന്ന് കുടുംബത്തിൽ തനിക്കായി ഉയർന്ന പ്രാർത്ഥനകളും മറ്റൊന്ന് വിവിധ ഇടവക വികാരിമാർക്കും ഇടവക അംഗങ്ങൾക്കും ഉണ്ടായിരുന്ന സ്നേഹവുമാണ്. തന്നെ ആത്മീയമായി ഏറെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്ത പ്രധാന ഘടകങ്ങളായിരുന്നു അവ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അഭിമന്യ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു കാലഘട്ടം തുടങ്ങുന്നത് പൗരോഹിത്യ ജീവിതാരംഭത്തിൽ തന്നെയാണ്. അഭിമന്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ അദ്ദേഹത്തെ ആ കാലത്ത് പാറേക്കാട്ടിൽ പിതാവ് ഏറെ വാത്സല്യത്തോടെയാണ് കൈപിടിച്ച് നടത്തിയത്. കഴിവുറ്റവനെന്ന് അദ്ദേഹം വിലയിരുത്തിയ ആ കൊച്ചച്ഛനെ ദൈവനിയോഗമെന്ന വിധം വലിയ കാര്യങ്ങൾക്ക് പ്രാപ്തനാക്കും വണ്ണം വളർത്തിയെടുക്കുവാൻ പാറേക്കാട്ടിൽ പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അഭിമന്യ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെ ജീവിത വഴികളിൽ നിന്നും മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറമുള്ള ദൈവികമായ ഇടപെടലുകൾ വ്യക്തമായിരുന്നു. അനിവാര്യവും മഹത്തരവുമായ ഒരു വലിയ ശുശ്രൂഷാ വേദിയിലേക്ക് അദ്ദേഹത്തെ ദൈവം കരം പിടിച്ച് നയിച്ചുകൊണ്ടിരുന്നു. ഏറെ അനുഗ്രഹീതമായ റോമിലെ വിദ്യാഭ്യാസ കാലത്തിന് ശേഷം നാട്ടിൽ തിരികെ എത്തിയ അഭിമന്യ പിതാവിനെ കാത്തിരുന്നത് അനേകം വലിയ ഉത്തരവാദിത്തങ്ങളായിരുന്നു. ഒപ്പം രോഗബാധിതനായ തൻ്റെ പിതാവിൻ്റെയും സഹോദരിയുടെയും അവസാന നാളുകളിൽ ഒപ്പമുണ്ടാകുവാൻ തക്കവിധം തൻ്റെ വഴികളെ ദൈവം ക്രമീകരിച്ചിരുന്നതിനെ അദ്ദേഹം കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. എൻ്റെ പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഡോക്ടറേറ്റെല്ലാം എടുത്തതിന് ശേഷം 1984 ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. കഷ്ടിച്ച് 4 വർഷം റോമിൽ ചിലവഴിച്ചു. അതിനുള്ളിൽ ഒരു വർഷം ചരിത്രം പഠിച്ചു. പിന്നെ ഒരു 2.5 വർഷം കൊണ്ട് ആ ഡോക്ടറേറ്റും എടുത്തു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ വേഗത്തിൽ തിരിച്ചു വരാൻ കാരണം എൻ്റെ അപ്പന് ഇങ്ങനെ സ്ട്രോക്ക് കിട്ടിയതാണ്. എൻ്റെ പെങ്ങന്മാരിൽ ഒരാൾ, സിസ്റ്റേഴ്സിൽ ഒരാൾക്ക് ഇതുപോലെ തന്നെ അസുഖമുണ്ടായിരുന്നു. അത് ഗൗരവമായ അസുഖമായിരുന്നു. അതുകൊണ്ട് ആ സിസ്റ്ററിനും എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് നാട്ടിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പൻ ഇച്ചാച്ചൻ മരിച്ചത്.
അതിന് തൊട്ട് മുൻപ് ഈ ഗൗരവമായ അസുഖമുണ്ടായിരുന്ന പെങ്ങളും നിര്യാതയായി. അപ്പോൾ ഞാനങ്ങനെ നേരത്തെ പോകുന്നത് കൊണ്ട് ഈ ഒരു മരണം സംഭവിച്ച അവസരത്തിൽ നാട്ടിലുണ്ടാകാനും കുടുംബാംഗങ്ങളോട് ആയിരിക്കാനുമൊക്കെ എനിക്ക് ദൈവം കൃപ നൽകി എന്ന കാര്യം ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. എറണാകുളം അതിരൂപതയിലെ പിതാക്കന്മാരും രൂപതാ നേതൃത്വവും അഭിവന്യ മനത്തോടത്തു പിതാവിനെ വലിയ പ്രതീക്ഷയോടെയാണ് എക്കാലവും വീക്ഷിച്ചിരുന്നത്. അഭിവന്യ പാറേക്കാട്ടിൽ പിതാവും തുടർന്നു വന്ന അഭിവന്യ പടിയറ പിതാവും ഏറെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിൽ ഭരമേൽപ്പിച്ചു. രൂപതയുടെയും പിതാക്കന്മാരുടെയും സെക്രട്ടറി, രൂപതാ ചാൻസലർ തുടങ്ങി തിരക്കേറിയ അനേക ഉത്തരവാദിത്വങ്ങൾക്കൊപ്പം അപൂർവമായെങ്കിലും ഇടവക ജീവിതത്തിനുള്ള അവസരവും ലഭിച്ചിരുന്നതായി അദ്ദേഹം ഓർമ്മിക്കുന്നു. 1984 ഞാൻ തിരികെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഇടവകയിലെ വികാരിയായിട്ട് നിയമനം കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വീണ്ടും എന്നെ അരമനയിലേക്ക് തന്നെ എന്നെ നിയമിക്കുകയാണ് ചെയ്തത്. രൂപതയുടെ സെക്രട്ടറി ആയിട്ട് എന്നെ നിയമിച്ചു. പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടല്ല, അപ്പോഴേക്കും പിതാവ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മങ്കുഴിക്കരി പിതാവ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ മങ്കുഴിക്കരി പിതാവാണ് എന്നെ രൂപതാ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്. ഞാൻ പിതാവിനോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു എനിക്കൊരു ഇടവകയിലേക്ക് പോകാനാണ് താല്പര്യമെന്ന്. കാരണം ഒരു ഇടവക വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഞാൻ വൈദികനായത്. അപ്പോൾ പിതാവ് ഏതായാലും എൻ്റെ ഈ ആഗ്രഹവും പരിഗണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛനെ ഞാൻ എളമക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയുടെ നടത്തുവികാരിയായിട്ട് നിയമിക്കും. അതോടൊപ്പം തന്നെ അരമനയിൽ താമസിച്ചുകൊണ്ട് രൂപതാ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കണം. അതായിരിക്കും അച്ഛന് നൽകപ്പെടാൻ പോകുന്നതായ നിയമനമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമെന്ന് പറഞ്ഞ് ഞാൻ അത് സ്വീകരിച്ചു. അവസരത്തിൽ പാറേക്കാട്ടിൽ പിതാവും അവിടെ റിട്ടയർ ചെയ്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിതാവിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പിതാവിൻ്റെ കറസ്പോണ്ടൻസ് സംബന്ധിച്ച്, എഴുത്തുകുത്തുകളെ സംബന്ധിച്ച് എന്തെങ്കിലും സഹായം ആവശ്യമായിട്ട് വരുമ്പോൾ പിതാവിനെയും സഹായിക്കേണ്ട ആ ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം ഞാൻ രൂപതാ സെക്രട്ടറി ആയിട്ട് അരമനയിൽ പ്രവർത്തിച്ചു. ആ അവസരത്തിൽ ആ പള്ളിയുടെ നടത്തുവികാരിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പടിയറ പിതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും മെത്രാപ്പൊലീത്തയായിട്ട് പരിശുദ്ധ പിതാവ് നിയമിക്കുന്നത്. അപ്പോൾ വീണ്ടും മങ്കുഴിക്കരി പിതാവ് സഹായമെത്രാനായി, പടിയറ പിതാവ് അതിരൂപതാധ്യക്ഷനുമായി. അപ്പോൾ പടിയറ പിതാവ് വന്ന ഉടനെ ഞാൻ പിതാവിനോട് പറഞ്ഞു, എനിക്ക് വർഷങ്ങൾ ഇത്രയായി അരമനയിലായിട്ട് വല്ല ഇടവകയിലും പോയി പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പിതാവിനെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിതാവ് ഏതായാലും കുറച്ച് നാൾ കൂടി ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക, എളമക്കര പള്ളിയുടെ വികാരിയായിട്ട് തന്നെ കുറച്ച് കാലം കൂടി തുടരുക, പിന്നെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുക, പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. ഞാൻ പിതാവ് ആവശ്യപ്പെട്ടതുകൊണ്ട് അപ്രകാരം ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ, ഒരു വർഷത്തിലേറെ പടിയറ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് പിതാവ് എന്നോട് പറയുന്നത്, അച്ഛനെ ഞാൻ അതിരൂപതയുടെ ചാൻസലറായിട്ട് നിയമിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് വലിയ പരിചയമൊന്നുമില്ല. പ്രഗത്ഭരായ വൈദികർ ആണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഞാൻ പിതാവ് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ സ്ഥാനം ഏറ്റെടുത്തു. ഞാനിങ്ങനെ ചാൻസലറായ വിവരം അറിഞ്ഞപ്പോൾ എൻ്റെ ഇച്ഛാച്ചൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഒരു ഇടവകയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയല്ലേ അച്ഛനായത്, എന്നിട്ട് ഈ ചാൻസലർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കാം. എൻ്റെ ഇച്ഛാച്ചനുള്ള സ്വപ്നം അതായിരുന്നു, ഒരു ഇടവകയിലെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുക.
പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം വ്യത്യസ്തമായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറായിട്ട് 3 വർഷം സേവനമനുഷ്ഠിച്ചു. അന്ന് അവിടുത്തെ വികാരി ജനറലായിട്ട് കൂടെ ഉണ്ടായിരുന്നത് മോൺസിഞ്ഞർ എബ്രഹാം കരേടനായിരുന്നു. സാധാരണക്കാരായ വിശ്വാസികൾക്കൊപ്പം ഇടവകകളിലായിരുന്ന് അവർക്കായി ശുശ്രൂഷ ചെയ്യുക എന്നത് അഭിവന്യ മനത്തോടത്ത് പിതാവിന് ഏറ്റവും താല്പര്യമേറിയതായിരുന്നു. എങ്കിലും ഒരിക്കലും തന്നെ അദ്ദേഹം ഒരു ഇടവക വികാരിയായി അറിയപ്പെട്ടില്ല. കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾക്കായി എന്നും നിയോഗിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് പരിമിതമായ ഒരു കാലത്തേക്ക് മാത്രം ലഭിച്ച ഇടവക ജീവിതം ഏറെ ആവേശകരമായി അനുഭവപ്പെട്ടു. അഭിഷിക്തനായ വൈദികനായിരിക്കുന്നതിൻ്റെ സന്തോഷം ഏറ്റവും അധികം തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അതെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. 1988 ഞാൻ 3 വർഷം ചാൻസലറായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം ഞാൻ പടിയറ പിതാവിനോട് പറഞ്ഞു, പിതാവേ, എനിക്കൊരു മാറ്റം തരണം, ഒരു ഇടവകയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് എൻ്റെ ഇടവകയിൽ വികാരിയായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഒരു തോമസ് മേലത്ത് എന്ന് പറഞ്ഞ ഒരു പുണ്യപ്പെട്ട ഒരു വൈദികനായിരുന്നു. അദ്ദേഹം എത്രമാത്രം തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടപ്പോൾ എനിക്കും ഒരു ഇടവകയിൽ പോയി അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം വളരെയേറെ ശക്തമായിട്ട് എനിക്കുമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പിതാവിനോടൊരു മാറ്റം ചോദിക്കുന്നത്. ഇടവകയിലേക്ക് എന്നെ അയച്ചാൽ മതി, ഒത്തിരി നാളായാലും അരമനയിലായിട്ട്. പിതാവ് പറഞ്ഞു, വേണ്ട അച്ഛൻ, തുടരണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു പിതാവിനോട്. 3-ാം പ്രാവശ്യവും ഞാൻ ചോദിച്ചു. 2 പ്രാവശ്യം ചോദിച്ചപ്പോഴും പിതാവ് പറ്റില്ല എന്ന് പറഞ്ഞു. 3-ാം പ്രാവശ്യം ഞാൻ ചോദിച്ചു, പിതാവ്, ഞാൻ ഒരു ഇടവകയിലേക്ക് പോയിക്കൊള്ളാം, ഇവിടെ ഞാൻ ഇത്രയും വർഷങ്ങളായല്ലോ. അവസാനം പിതാവ് പറഞ്ഞു, എനിക്കൊരു മറുപടിയായിട്ട് എനിക്കൊരു എഴുത്ത് തന്നു. ഇറ്റ് ഈസ് വിത്ത് എ ഹെവി ഹാർട്ട് ദാറ്റ് ഐ അക്സീഡ് യുവർ റിക്വസ്റ്റ്. അതായത് എനിക്ക് വളരെയേറെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഹൃദയത്തോടു കൂടിയാണ് അച്ഛൻ്റെ ഈ ആവശ്യം ഞാൻ അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് എനിക്കൊരു മാറ്റം തരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, അച്ഛന് ഇഷ്ടമുള്ള ഒരു പള്ളി അച്ഛൻ തിരഞ്ഞെടുത്തു. അപ്പം ഞാനൊരു ചെറിയ പള്ളി തിരഞ്ഞെടുത്തു. അത് വൈക്കം അടുത്തുള്ളൊരു ചെമ്പ് എന്ന് പറയുന്ന പള്ളിയാണ്. പിതാവ് പറഞ്ഞ്, അച്ഛൻ ചാൻസലറൊക്കെ ആയിരുന്ന ആളാണ്, ഇത്ര ചെറിയ പള്ളിയൊന്നും തരില്ല, അച്ഛന് ഞാനൊരു പള്ളി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിതാവിനോട് ചോദിച്ചു, ഏത് പള്ളിയാണ്? പിതാവ് പറഞ്ഞു, കാഞ്ഞൂർ ഫൊറോന പള്ളിയാണെന്ന് പറഞ്ഞു, പ്രസിദ്ധമായ കാഞ്ഞൂർ ഫൊറോന പള്ളി. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് പിതാവ് എന്നെ അങ്ങോട്ട് അയക്കരുത്, ആ വലിയ പള്ളി, ആ വലിയ ഇടവക ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ ആഗ്രഹിച്ച പള്ളി തന്നെ പിതാവ് എനിക്ക് തന്നു, ചെമ്പ്. ആ ഇടവകയിൽ ഞാൻ 1 വർഷത്തോളം വികാരിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അവസരത്തിലാണ് എനിക്ക് മംഗലപ്പുഴ കാർമൽഗിരി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഭവനത്തിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരവസരം ലഭിക്കുന്നത്. വൈദിക വർഷം ആചരിക്കപ്പെട്ട അവസരത്തിൽ വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ പ്രവർത്തന രംഗമായിരുന്ന ആർസിൽ വെച്ച് നടത്തപ്പെട്ട വൈദികർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ധ്യാനം നയിച്ചത് വിയന്നയിലെ കാർഡിനൽ ഷേൺബേൺ ആയിരുന്നു. അദ്ദേഹം ആ ധ്യാനത്തിൻ്റെ പരിചിന്തന വിഷയമായിട്ട് സ്വീകരിച്ചത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അഭിഷിക്തനായ വൈദികനായിരിക്കുന്നതിൻ്റെ സന്തോഷം എന്നതായിരുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അഭിഷിക്തനായ വൈദികനായിരിക്കുന്നതിൻ്റെ സന്തോഷം. ഞാൻ ചെമ്പ് ഇടവകയിൽ ചുരുങ്ങിയ കാലമേ വികാരിയായി പ്രവർത്തിച്ചുള്ളൂ എങ്കിൽ പോലും ഒരു ഇടവകയിലായിരുന്നു കൊണ്ട് ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അഭിഷിക്തനായി ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ സന്തോഷം അനുഭവിച്ച കാലഘട്ടമായിരുന്നു അത്. ഇടവകങ്ങൾക്ക് എന്നോട് വളരെ താല്പര്യമായിരുന്നു. എല്ലാ കാര്യത്തിലും അവർ എന്നോട് ചുരുങ്ങിയ കാലമേ ഞാൻ ഇവിടെ ആയിരുന്നുള്ളെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു.
അപ്രകാരം തന്നെ അവരോടും സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മാറിപ്പോന്നപ്പോഴത്തേക്കും അവർക്ക് വളരെ പ്രയാസമായിരുന്നു. കാരണം ചുരുങ്ങിയ കാലം മാത്രം അവിടെ സേവനം അനുഷ്ഠിച്ചിട്ട് വേറൊരു സേവന രംഗത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാകുമല്ലോ. എനിക്കും പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ നമ്മൾ കാണേണ്ടത്. തുടർന്നുള്ള അഭിമന്യ പിതാവിൻ്റെ ഏതാനും വർഷക്കാലം ചിലവഴിക്കപ്പെട്ടത് ആലുവ കാർമൽഗിരി സെമിനാരിയിലാണ്. അവിടെ അധ്യാപകനായി നിയമിതനായതിനൊപ്പം വിദ്യാർത്ഥികളുടെ പ്രിഫെക്റ്റ് ആയിരിക്കുന്നതുൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നാളുകളായാണ് ആ കാലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇന്നും ഏറെ വൈദികരെയും ചില മെത്രാന്മാരെയും പഴയ ശിഷ്യഗണത്തിൽപ്പെട്ടവരായി തിരിച്ചറിയുന്നത് സന്തോഷകരമാണെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 വർഷത്തോളം ഞാൻ സെമിനാരിയിൽ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമതായിരുന്നു എന്നെനിക്ക് പറയാൻ സാധിക്കും. ഈ വൈദിക വിദ്യാർത്ഥികളോടുകൂടി അവരെ പഠിപ്പിച്ചും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊടുത്തും ഒക്കെ അവരോടുകൂടി ആയിരിക്കുക വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ആയിരുന്നപ്പോഴാണ് ഞാൻ ഒരു മെത്രാനായിട്ട് നിയമിതനായത്. പക്ഷെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയും അന്നത്തെ ആ ഒരു കൂട്ടായ്മയിൽ, പ്രൊഫസേഴ്സിൻ്റെ കൂട്ടായ്മയിൽ, വൈദിക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഏതാനും വർഷം ചിലവഴിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇന്നും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പല റീത്തുകളിൽപ്പെട്ടവരായ വൈദികർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിതാവേ, ഞാനും പിതാവിൻ്റെ ശിഷ്യരിൽ ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ലിത്തിങ് സഭയിൽപ്പെട്ടവരായിരുന്നാലും മലങ്കര സഭയിൽപ്പെട്ടവരായിരുന്നാലും സിറോ മലബാർ സഭയിൽപ്പെട്ടവരായിരുന്നാലും എവിടെ ചെന്നാലും കുറേ വിദ്യാർത്ഥികളെ, കുറേ അച്ഛന്മാരെ കാണാനായിട്ട് സാധിക്കും. അന്നത്തെ വൈദിക വിദ്യാർത്ഥികൾ ഇന്ന് അച്ഛന്മാരായിട്ട് പ്രവർത്തിക്കുക. സെമിനാരിയിൽ അധ്യാപക സ്ഥാനത്ത് തുടരവെയാണ് പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ 20-ാം വർഷത്തിൽ അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത്. അന്നോളം ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള ദൗത്യങ്ങളും വിശിഷ്യ അഭിമന്യ പിതാവിനോട് അതിരൂപതാ നേതൃത്വത്തിനുള്ള വലിയ താൽപ്പര്യവും പരിഗണിച്ച് അനേകർ മുമ്പേ തന്നെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം തന്നിൽ അമ്പരപ്പുളവാക്കിയെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. തൻ്റെ യോഗ്യതയെക്കുറിച്ച് ആശങ്കപ്പെട്ടു എങ്കിലും തുടർന്ന് ദൈവഹിതമെന്ന തിരിച്ചറിവിൽ ആ വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ സെമിനാരിയിലേക്ക് വന്നത് ലോജിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ലോജിക്കും പഠിപ്പിച്ചു, മോഡേൺ ഫിലോസഫി പഠിപ്പിച്ചു, കണ്ടംപററി ഫിലോസഫിയും പഠിപ്പിച്ചു. പക്ഷേ അതെല്ലാം എനിക്ക് ലൈസൻഷ്യേറ്റ് ഫിലോസഫിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പഠിപ്പിക്കാൻ സാധിച്ചത്. പക്ഷെ ഞാൻ തിയോളജി പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അന്ന് എനിക്ക് ഈ തെക്കിനടുത്തച്ഛൻ ഒരു ഉറപ്പ് തന്നിരുന്നു, മംഗലപ്പുഴ സെമിനാരിയിൽ തിയോളജി പഠിപ്പിക്കാനുള്ള ചാൻസ് വരുമ്പോൾ അച്ഛനെ അവിടേക്ക് നിയമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതിനായിട്ട് നിയമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ മംഗലപ്പുഴ സെമിനാരിയിൽ പോയി തിയോളജി പഠിപ്പിക്കാൻ സാധിക്കുന്ന ആ ഒരു സമയത്തെപ്പറ്റി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബോസ്കോ, ഇന്നത്തെ ബോസ്കോ പിതാവ്, അന്ന് മംഗലപ്പുഴ സെമിനാരിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ മൈനർ സെമിനാരി റെക്ടറായിട്ട് നിയമിതനായിരുന്നു. അപ്പോൾ പിതാവ് പഠിപ്പിച്ച വിഷയം പഠിപ്പിക്കാൻ ഒരാളെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ തെക്കിനടുത്തച്ഛൻ എന്നോട് പറഞ്ഞു, തെക്കിനടുത്തച്ഛല്ല അന്നത്തെ റെക്ടറച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ മംഗലപ്പുഴയിൽ ഈ എക്ലേസിയോളജി പഠിപ്പിക്കാൻ ഒരാളെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ താമസിയാതെ മംഗലപ്പുഴയിലേക്ക് വരണം, ഈ വിഷയം അച്ഛൻ എടുക്കണമെന്ന് പറഞ്ഞു.
ഞാൻ തയ്യാറായി. കാരണം എനിക്ക് തിയോളജി പഠിപ്പിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ എക്ലേസിയോളജി പഠിപ്പിക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണ്ടേ. അങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു ദിവസം പടിയറ പിതാവ് എന്നെ അന്വേഷിച്ച് കാർമൽഗിരി സെമിനാരിയിൽ വന്നു. ഒരു സെപ്റ്റംബർ മാസം 14-ാം തീയതി ആയിരുന്നു. പിതാവ് ചിലപ്പോഴൊക്കെ സെമിനാരിക്കാരെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അന്ന് പിതാവ് വന്നപ്പോൾ ഞാൻ നിർഭാഗ്യവശാൽ അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ എക്ലേസിയോളജി നോട്ട്സ് അന്വേഷിച്ച് പോയിരിക്കുകയാണ്. നല്ല നോട്ട്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ക്ലാസ്സിലെടുക്കാനായി ഉള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഈ നോട്ട്സ് ഒരച്ഛൻ തരാമെന്ന് പറഞ്ഞിട്ട് ആ നോട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. പിതാവ് വന്നു, മറ്റു പ്രദേശത്തിലേക്ക് കണ്ടു, എന്നെ അന്വേഷിച്ചു. അപ്പോൾ പ്രദേശത്ത് പറഞ്ഞു, അച്ഛൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്, എപ്പോൾ വരെയെന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. പുറത്തേക്ക് പോകുന്നവർ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിതാവ് കുറച്ച് സമയം കാത്തിരുന്നു. അതിനുശേഷം പിതാവ് തിരിച്ച് അരമനയിലേക്ക് പോയി. അന്ന് രാത്രി പിതാവ് എന്നെ വിളിച്ചു. അച്ഛനെ കാണാൻ ഞാൻ അവിടെ അരമനയിൽ സെമിനാരി വന്നിരുന്നു, അച്ഛനെ കാണാൻ സാധിച്ചില്ല, അച്ഛൻ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിതാവ് ഞാൻ ഈ അടുത്ത സെമസ്റ്ററിൽ പഠിപ്പിക്കേണ്ട വിഷയം സംബന്ധിച്ചുള്ള നോട്ട്സ് ഒരച്ഛൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കാന്ന് പറഞ്ഞു. അച്ഛൻ ഏതായാലും നാളെ രാവിലെ എന്നെ ഒന്ന് കാണാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. അന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉള്ളു. ഞാൻ പറഞ്ഞു പിതാവ് വരാമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ ഞാൻ എറണാകുളത്ത് അരമനയിൽ ചെന്ന് പിതാവിനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിതാവിൻ്റെ മേശപ്പുറത്ത് ഒരു എഴുത്ത്, നൻഷ്യേച്ചർ എന്നുള്ളൊരു എഴുത്ത്, ഡൽഹിയിലെ നൻഷ്യേച്ചർ എന്നുള്ളൊരു എഴുത്തുണ്ടായിരുന്നു. ഞാൻ ചെന്ന് പിതാവിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ പിതാവ് ഈ എഴുത്ത് എൻ്റെ നേരെ നീട്ടിയിട്ട് വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ ആ എഴുത്ത് എനിക്ക് അഡ്രസ്സ് ചെയ്ത എഴുത്തായിരുന്നു. ആ എഴുത്തിലുണ്ടായിരുന്ന, നൻഷ്യോയുടെ എഴുത്തിലുണ്ടായിരുന്നത് ഇപ്രകാരമാണ്, എഴുതിയിരുന്ന ഇപ്രകാരമാണ്: യു ആർ അപ്പോയിൻറ്റഡ് ബിഷപ്പ് ഓക്സിലറി ടു ആർച്ച് ബിഷപ്പ് ആൻ്റണി പടിയറ. യുവർ അപ്പോയിൻമെൻറ്റ് വിൽ ബി മെയ്ഡ് പബ്ലിക് on September 22. In the meantime, you let us know whether you agree to take up the post. അതായത് നൻഷ്യയുടെ എഴുത്ത് ഇപ്രകാരം: അച്ഛനെ പരിശുദ്ധ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഈ വാർത്ത ഫെബ്രുവരി 22 എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പബ്ലിക്കാകും, പ്രസിദ്ധീകരിക്കപ്പെടും, പരസ്യമാക്കപ്പെടും. അതിനു മുൻപായിട്ട് ഇത് സ്വീകരിക്കാനുള്ള അച്ഛൻ്റെ കൺസെൻറ്റ്, സമ്മതം അച്ഛൻ നൻഷ്യച്ചനെ അറിയിക്കണം. അപ്പോൾ ഞാൻ അവിടെ ഞെട്ടിപ്പോയി. കാരണം ഞാനിത് പ്രതീക്ഷിച്ചല്ല ചെല്ലുന്നത്. പിതാവിന് വേറെ എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നത്. പക്ഷേ പിതാവ് ഈ ഒരു എഴുത്ത് എന്നെ കാണിച്ചപ്പോൾ ഞാൻ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നിയമനം വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എന്ന് വെച്ചാൽ ഒരു ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത സ്വീകരിച്ചത്. അപ്പോൾ പിതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്കിത് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ടോ? പിതാവ് പറഞ്ഞത് മാർപ്പാപ്പ നിയമിച്ചിരിക്കുകയാണ്, ഇനി അങ്ങനെ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല, അച്ഛനിത് സ്വീകരിച്ചേ പറ്റൂ. പിന്നെ അച്ഛന് വേണമെങ്കിൽ ആരെങ്കിലും കൺസൾട്ട് ചെയ്യാം, അച്ഛൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് രഹസ്യമായിട്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പിതാവിന് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ ആലുവയിൽ അന്ന് എൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്ന, ആലുവ സെമിനാരിൽ തന്നെ ഉണ്ടായിരുന്ന വളരെ സീനിയറായിട്ടുള്ള ജോസഫ് പാനാപ്പിളി അച്ഛനെ ചെന്ന് കണ്ടിട്ട് അച്ഛനോട് ഈ വിവരം പറഞ്ഞു. കാരണം മറ്റാരോടും ഇക്കാര്യം പറയരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അച്ഛനെ ഞാൻ ഈ വിവരം അറിയിച്ചിട്ട് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്, ഞാനിത് സ്വീകരിക്കണോ, സ്വീകരിച്ചാൽ എനിക്കത് അതിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ, വിശ്വസ്തയോടെ നിർവഹിക്കാൻ സാധിക്കുമോ എന്നൊക്കെ അച്ഛനോട് ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഇത് അച്ഛൻ സ്വീകരിക്കണം, ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്, മാർപ്പാപ്പ ഇതിലൂടെ ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മൾ ദർശിക്കേണ്ടതെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ എന്നിട്ടും പടിയറ പിതാവിന് മറുപടി കൊടുത്തില്ല. ഞാൻ തിരിച്ച് കാർമഗിരി സെമിനാരിയിൽ വന്നു. മംഗലപ്പുഴയിലാണ് പാനാപ്പിളി അച്ഛൻ താമസിച്ചിരുന്നത്. കാർമഗിരി സെമിനാരിയിൽ വന്നു, പള്ളിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇന്ന് ഈ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ദിവസമാണല്ലോ. വ്യാകുല മാതാവ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ അമ്മയുടെ തിരുനാൾ ആചരിക്കുന്ന ആ ദിവസം ഞാനും അമ്മയെപ്പോലെ ഇതാ
കർത്താവിൻ്റെ ദാസൻ നിൻ്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടി കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പടിയറ പിതാവിനെ എൻ്റെ സമ്മതം അറിയിച്ചു. അങ്ങനെയാണ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാനായിട്ട് ഉള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ ഇടയായത്. ആയിരത്തി 1992 നവംബർ 28 അഭിമന്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. 2 പതിറ്റാണ്ടുകൾ നീണ്ട ദൈവനിശ്ചിതമായ വലിയ ഉത്തരവാദിത്വങ്ങളുടെ തുടർച്ചയെന്നോണം പലരും പ്രതീക്ഷിച്ചിരുന്നതുപോലെ ആ വലിയ നിയോഗത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ അറിവിനെയും കഴിവിനെയും യോഗ്യതയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ അനന്തകാരുണ്യം അദ്ദേഹം ആ നാളുകളിൽ ദർശിക്കുന്നു. അത്തരമൊരു സ്ഥാനത്തായിരിക്കുന്നതിനുള്ള അയോഗ്യതകളേറെ ഉണ്ടായിട്ടും എല്ലാം അറിയുന്ന ദൈവം തന്നെ ഒരുക്കിയതിനെ അദ്ദേഹം കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. സെപ്റ്റംബർ മാസം 22 തീയതി ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഞാൻ മെത്രാഭിഷേകം സ്വീകരിച്ചത് 1992 നവംബർ മാസം 28 തീയതിയായിരുന്നു. അതുവരെ ഈ പരിപാടികൾക്കൊക്കെ പോകേണ്ടതായിട്ട് വന്നു. പിന്നെ ധ്യാനത്തിലൊക്കെ സംബന്ധിച്ചു. 28 തീയതി മെത്രാൻ പട്ടം ഞാൻ സ്വീകരിച്ചു. മെത്രാൻ പട്ടം എനിക്ക് നൽകിയത് പ്രധാന കാർമ്മികനായിട്ട് ഉണ്ടായിരുന്നത് അഭിമന്യ പടിയറ പിതാവ് തന്നെയായിരുന്നു. പിതാവിൻ്റെ സഹായ മെത്രാനായിട്ടാണല്ലോ ഞാൻ നിയമിതനായത്. പിതാവാണ് എന്നെ ഇതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്തത്. പിതാവിനെ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം പിതാവിൻ്റെ അടുത്ത് ഞാൻ വളരെയേറെ നിർബന്ധപൂർവ്വം പറഞ്ഞ് അരമനയിൽ നിന്ന് ഇടവകയിലേക്ക് പോയതാണ്. പിതാവിനതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാനവിടെ തുടരണമെന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. പക്ഷേ പിതാവിനെ ധിക്കരിച്ചല്ല, എങ്കിൽ പോലും നിർബന്ധപൂർവ്വം പിതാവിൻ്റെ അടുത്തുനിന്ന് മാറ്റം മേടിച്ച് പോയ ഒരാളെ പിതാവ് സഹായമെത്രാനാക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ പിതാവിനെ സഹായമെത്രാനായിട്ട് ശുപാർശ ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആലോചനകൾ നടന്നപ്പോൾ അച്ഛന്മാരും എന്നെ ശുപാർശ ചെയ്ത് കാണും. അങ്ങനെയാണ് ഞാൻ മെത്രാനായിട്ട് നിയമിക്കപ്പെട്ടത്. അനന്തമായ കരുണയാൽ ദൈവം സ്വന്തം കരങ്ങൾ കൊണ്ടു മെനഞ്ഞ ഒരു തീഷ്ണമതിയായ അഭിഷിക്തൻ. ദൈവം നിയോഗിച്ച വഴികളിൽ അദ്ദേഹം എന്നും പുലർത്തിയ ആത്മാർത്ഥതയെ വിലമതിച്ചുകൊണ്ട് അവിടുന്ന് ഓരോ നിമിഷവും കരം പിടിച്ചു നടത്തി. ഒടുവിൽ ഒരു വലിയ ജനതയ്ക്കനുഗ്രഹമായി അവർക്കിടയിൽ അദ്ദേഹത്തെ ഉയർത്തി. ഈ ശുശ്രൂഷകന്റെ വഴികളിൽ തികഞ്ഞ അഭിഷേകം പകരുന്ന ദൈവിക ഇടപെടലുകളുടെ തുടർച്ചയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. ഞാൻ കാർഡിനൽ സിൽവസ്ട്രീനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, പാവം പിതാവ്, ഇത്രയും പ്രായമുള്ള പിതാവ് ഇത്രയും നേരം ഇവിടെ വന്ന് കാത്തിരുന്നു. ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അതായത് പാലക്കാട് രൂപത ഒഴിഞ്ഞു കിടക്കുകയാണ്, 2 വർഷമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ഇപ്പോൾ ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റർ മാത്രം ആകുന്ന ഒരു സാഹചര്യത്തിൽ രൂപതയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ ഒരു മെത്രാനെ, അനുയോജ്യനായ ഒരു മെത്രാനെ അവിടേക്ക് നിയമിക്കണമെന്ന് ഞാൻ കാർഡിനൽ സിൽവസ്ട്രീനെ കണ്ട് പറഞ്ഞു. എല്ലാവരും മെത്രാന്മാരാകുമ്പോൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു മുദ്രാവാക്യമുണ്ട്. എന്ത് മുദ്രാവാക്യമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് ബന്ധപ്പെട്ടവർ ചോദിച്ചു. ഞാനതേപ്പറ്റി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഞാൻ മെത്രാനായി നിയമിതനായ വിവരം അറിഞ്ഞ ദിവസം വായിക്കപ്പെട്ട ആ സുവിശേഷ ഭാഗത്തിലെ ഈ തിരുവചനമായിരുന്നു. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മുദ്രാവാക്യമായിട്ട് ടു ഡു വാട്ട് പ്ലീസസ് ഹിം എന്നുള്ള ആ വാക്യം എടുക്കുകയുണ്ടായി. എല്ലാ ശുശ്രൂഷകരുടെയും ദൗത്യം അതാണ്, വിശുദ്ധരെ പരിപൂർണരാക്കുക. വിശുദ്ധരെന്ന് വെച്ചാൽ
കർത്താവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസ ഗണത്തെ അവരെ പരിപൂർണരാക്കുക, മറ്റുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുക, ക്രിസ്തുവിനെ അറിയാത്തവരോട് സുവിശേഷം പ്രഘോഷിക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ പണിതുയർത്തുക. ഈ ഒരു ദൗത്യമാണ് എല്ലാ മെത്രാന്മാർക്കുമുള്ളത്. ആ ദൗത്യത്തിലാണ് അച്ഛന്മാരും അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും പങ്കുചേരുന്നത്. ഈ ഒരു ദൗത്യം തന്നെയാണ് എന്നെയും ഫലമേൽപ്പിച്ചത്. ആ ദൗത്യമാണ് ഞാനിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.